السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, അതുപോലെ മറ്റു വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൂടലും പിരിയലും ഒരു സ്വാലിഹായ അമലായി ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ, സഹാബിമാനെ പോലുള്ള ആളുകളൊക്കെ ഖുതുബുൽ ഔലിയ എന്നൊക്കെ വിശേഷിപ്പിച്ച ഷെയ്ഖ് മുഹയ്യിദ്ദീൻ നബവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവിടുത്തെ ഫൈള് മദദിനുള്ള ഒരു കാരണമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തീർക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പോൾ അൽ മജ്മൂ' ശറഹുൽ മുഹദ്ദബ് എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ വിഷയം. മജ്മൂഇനെ പറ്റി പറയുമ്പോൾ ഇമാമിൻ്റെ കിതാബുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അൽ മജ്മൂ' ശറഹുൽ മുഹദ്ദബ് എന്നുള്ളത്. അൽ മജ്മൂ' ഫി ശറഹിൽ മുഹദ്ദബ് അല്ലെങ്കിൽ അൽ മജ്മൂ' മിൻ ശറഹിൽ മുഹദ്ദബ് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല ഈ ഒരു കിതാബിനെ വിശേഷിപ്പിച്ച് തൻ്റെ പല കിതാബുകളിലും പേര് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാമിൻ്റെ കിതാബുകളുടെ ഓർഡർ എടുത്ത് നോക്കുമ്പോൾ അതിലേറ്റവും മുഅത്തമദ് ഏതാണ്? നമ്മൾ ഫത്വ കൊടുക്കാൻ ഇഫ്താഇൻ്റെ സമയത്ത് നമ്മൾ അവലംബിക്കുന്ന കിതാബുകളുടെ ഓർഡർ എടുത്ത് നോക്കുമ്പോൾ തഹ്ഖീഖ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മഹാന്മാർ പറയുന്ന കിതാബാണ് അൽ മജ്മൂ' എന്നുള്ളത്. കാരണം ഇമാം ഏകദേശം തന്നെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് മജ്മൂ' എഴുതുന്നത്. മജ്മൂ' എഴുതിയിട്ട് വളരെ കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം തഹ്ഖീഖ് എഴുതുന്നു. ഈ തഹ്ഖീഖും ഈ മജ്മൂഇൻ്റെ ഒരു ഷോർട്ടായിട്ടാണ് തഹ്ഖീഖ് എഴുതുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട നവവി റഹിമഹുല്ല ഈ മജ്മൂ' എഴുതാനുള്ള കാരണം അതിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അക്കാലഘട്ടത്തിൽ ഷാഫി ഫിഖ്ഹിൽ ഏറ്റവും വ്യാപകമായി ദർസിനും തദ്രീസിനും എല്ലാം ഉപയോഗിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കിതാബുകളാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലയുടെ വസീത്തും അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഇസ്ഹാഖ് ഷിറാസി റഹിമഹുല്ലയുടെ മുഹദ്ദബും. ആ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈ വസീത്തിന് ബഹുമാനപ്പെട്ടവർ ഓൾറെഡി ഒരു ഷറഹ് മുഫറഖായ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അവസാന കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാമിന്റെ ഷറഹുൽ വസീത്ത് വിരചിതമാകുന്നത്. എന്നാൽ ഈ മജ്മൂ' എഴുതുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവർ വസീത്തിന്റെ ഏകദേശം ഒരു തുടക്ക രൂപം അതിന്റെ മുഫറഖായി അതിന്റെ ഷർഹുകളും കാര്യങ്ങളൊക്കെ പലയിടത്തായിട്ട് ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഹദ്ദബ് എഴുതിയതിനു ശേഷം അത് ജംഅ് ചെയ്ത് ഒരു കിതാബ് രൂപത്തിലാക്കി എന്നത് മാത്രമാണ്. അപ്പോൾ ആദ്യം ഒരു വസീത്തിന് ഒരു ഷറഹ് മുഫറഖായ രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഇനി അടുത്ത കിതാബ് മുഹദ്ദബ് എന്നുള്ള നിലക്കാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല ഈ മുഹദ്ദബിന് ഷർഹ് എഴുതി തുടങ്ങുന്നത്. അങ്ങനെ മുഹദ്ദബിന് ഷറഹ് എഴുതുമ്പോൾ ഈ ഷറഹുൽ മുഹദ്ദബ് എഴുതുന്ന സമയത്ത് വ്യത്യസ്ത മർഹലകളുണ്ട്. അതിന് വ്യത്യസ്ത മർഹലകളായിട്ട് ബഹുമാനപ്പെട്ടവർ എഴുതുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ടവർ വിശദമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട തന്നെ ആ മുഖദ്ദിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇത് കേവലം ഒരു മുഹദ്ദബിന്റെ ഷറഹ് മാത്രമല്ല, ഇത് ഈ മദ്ഹബിന്റെ മൊത്തത്തിലുള്ള ഷറഹാണ്. അപ്പോൾ ആ മദ്ഹബിലുള്ള ഓരോ പണ്ഡിതന്മാരും മദ്ഹബിലുള്ള മുഴുവൻ ഇഖ്തിലാഫുകൾ, അതിലപ്പുറം മദ്ഹബിന് പുറത്തുള്ള മറ്റെല്ലാ അയിമ്മത്തിന്റെ വ്യത്യസ്ത മദ്ഹബുകൾക്കിടയിലുള്ള ഇഖ്തിലാഫുകൾ, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയ അതോടൊപ്പം ഹദീസ് ഫന്നിൽ ഓരോ മദ്ഹബിന്റെ അദില്ലത്ത്, ആയാത്ത്, ഹദീസുകളെല്ലാം അതിന്റെ തഫ്സീറും അതിന്റെ ഷറൂഹുകളും എല്ലാം ഒരുമിച്ച് കൂട്ടിയ രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഈ മജ്മൂഅ് രചിക്കുന്നത്. അപ്പൊ ഇന്ന് കാണുന്ന മജ്മൂഅ് തന്നെ ഏകദേശം ഈ പറഞ്ഞ ഫന്നുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ രൂപത്തിലാണ് ഉള്ളത്. എന്നാൽ അതിനു മുമ്പ് ബഹുമാനപ്പെട്ടവർ മജ്മൂഅ് തുടങ്ങുന്നത് തന്നെ വളരെ വിശദമായ രൂപത്തിലാണ്. അങ്ങനെ വളരെ മബ്സൂത്തായ രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ ഹൈളിന്റെ അവസാനം വരെ ബഹുമാനപ്പെട്ടവർക്ക് ഏകദേശം 31 വയസ്സുള്ള സമയത്ത് ഹിജ്റ 662 ബഹുമാനപ്പെട്ടവർ ഈ മജ്മൂഅ് എഴുതി തുടങ്ങുന്നുണ്ട്. 31 വയസ്സുള്ള സമയത്ത് അങ്ങനെ അത് വളരെ മബ്സൂത്തായ രീതിയിലാണ്, വിശദമായ രീതിയിൽ ബഹുമാനപ്പെട്ടവർ എഴുതി. അങ്ങനെ ഒരു 3 വാള്യം വളരെ വലിയ വളരെ കനപ്പെട്ട ഒരു 3 വാള്യം മജ്മൂഅ് ബഹുമാനപ്പെട്ടവർ ഈ മുഹദ്ദബിന്റെ ഷറഹ് ബഹുമാനപ്പെട്ടവർ എഴുതി തീർത്തു. അങ്ങനെ അതിൽ ഏകദേശം ഒരു ഹൈളിന്റെ ബാബ് അവസാനം വരെ ബഹുമാനപ്പെട്ടവരെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ബഹുമാനപ്പെട്ടവർ പിന്നെ ശിഷ്യന്മാർക്ക് ഓതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 2 വർഷം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇത് രചിക്കുന്നത്. 2-3 വർഷം കൊണ്ട് 31 വയസ്സിൽ തുടങ്ങി 33 വയസ്സിലാണ് ഇത് അവസാനിക്കുന്നത്. 662 തുടങ്ങി 664 അവസാനിച്ചു. കേവലം 2 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ 3 വാള്യം എഴുതി തീർത്തു, ഹൈള് ബാബിന്റെ അവസാനം വരെ. ഇത് പിന്നെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാർ അദ്ദേഹത്തിൽ നിന്ന് ഓതുന്നതായിട്ടും കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായ ഇബ്നു ഉമയ്യ അൽ മിസ്രി റഹിമഹുല്ലൊക്കെ ഇത് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഓതുകയും അതിന്റെ സമാഇന്റെ കുറിപ്പുകളൊക്കെ ബഹുമാനപ്പെട്ടവർ അതിന്റെ മഖ്തൂത്താത്തിൽ ബഹുമാനപ്പെട്ടവർ തന്നെ കൃത്യമായി എഴുതി വെച്ചതായി, ബഹുമാനപ്പെട്ടവരുടെ ഖത്ത് കൊണ്ട് എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിന് ശേഷം പിന്നെ ബഹുമാനപ്പെട്ടവർ കുറച്ചു കാലത്തേക്ക് മജ്മൂഇന്റെ രചന നിർത്തിവെക്കുന്നുണ്ട്. ഈ ഹൈള് വരെ രചിച്ചു, അത് വളരെ മബ്സൂത്തായ രീതിയിൽ ഒരു 3 വാള്യം രചിച്ചു.
പിന്നെ ബഹുമാനപ്പെട്ടവർ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഏകദേശം 670 വരെ ഒരു 6 വർഷത്തോളം ബഹുമാനപ്പെട്ടവർ പിന്നെ ഈ മുഹദ്ദബിന്റെ ഷറഹ് അവിടെ നിർത്തിവെക്കുന്നുണ്ട്. ഇതൊക്കെ ബഹുമാനപ്പെട്ട തഖിയ്യു സുബ്കി തങ്ങൾ തന്റെ തർശീഹ് തൗശീഹിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അപ്പൊ ഇത് നിർത്തിവെച്ചു. ഈ ഒരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ടവർ റൗദത്തു ത്വാലിബീനും അതുപോലെ മിൻഹാജു ത്വാലിബീൻ പോലുള്ള കിതാബുകളൊക്കെ എഴുതുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നീട് ഹിജ്റ 670 ബഹുമാനപ്പെട്ടവർക്ക് ഏകദേശം 39 വയസ്സുള്ള സമയത്താണ് പിന്നെ വീണ്ടും ബഹുമാനപ്പെട്ടവർ ഈ മുഹദ്ദബിന്റെ ഷറഹിലേക്ക് വീണ്ടും കടക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ റൗദയും അതുപോലെ മിൻഹാജു താലിബീനും ഒക്കെ എഴുതി ഏകദേശം ഒരു 669 ആ ഒരു കാലഘട്ടം ആകുമ്പോഴേക്ക് ഇതൊക്കെ എഴുതി പൂർത്തീകരിച്ച് ആ ഒരു സമയം. അപ്പൊ ഈ ഒരു സമയത്ത് വീണ്ടും അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങളുടെ കിതാബുകളിലേക്ക് വീണ്ടും ബഹുമാനപ്പെട്ടവർ തവജ്ജുഹാവാണ്. ഈ ഒരു സമയത്താണ് തംബീഹിന്റെ തഹ്രീറു തംബീഹ് എഴുതുന്നത്, തഹ്രീറു അൽഫാദി തംബീഹ് എഴുതുന്നത്, അതുപോലെ തസ്ഹീഹു തംബീഹ് എഴുതുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങൾ തംബീഹുമായി ബന്ധപ്പെട്ട ഒരുപാട് രചനകൾ തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്, 671 ആ ഒരു കാലഘട്ടത്തിലാണ്. ഇതേ സമയത്താണ് 670 ബഹുമാനപ്പെട്ട വീണ്ടും മുഹദ്ദബിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട തുടക്കം മുതൽ വീണ്ടും തുടങ്ങാം എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ ഹൈദിന്റെ ബാബ് വരെ ഒരു 3 വാള്യം എഴുതി വെച്ചു. ഇവിടെ ബഹുമാനപ്പെട്ടവർ തന്നെ മജ്മൂഇന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു 3 വാള്യം മബ്സൂത്ത രീതിയിൽ എഴുതി. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ 3 വാള്യം എഴുതി കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രയാസമായിരിക്കും ആളുകൾക്ക് നോക്കിണ്ടാക്കാൻ. മാത്രമല്ല ഇത് പകർത്തി എഴുതാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. എന്നാണ് ഈ പ്രിന്റ് ഒന്നല്ലല്ലോ, പകർത്തി എഴുത്തല്ലേ. അപ്പൊ എത്രയായാലും ഇത് ഖില്ലത്തുൽ ഇന്തിഫാ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവൂല എന്ന് മനസ്സിലായി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് തന്നെ ബഹുമാനപ്പെട്ടവർ വീണ്ടും ഷോർട്ടായിട്ട് ബഹുമാനപ്പെട്ടവർ വീണ്ടും മജ്മൂഅ് തുടക്കം മുതൽ. അങ്ങനെ ഏകദേശം ബഹുമാനപ്പെട്ടവർ ഹൈദ് കഴിഞ്ഞു, ആ ഹൈദ് വരെ അങ്ങനെ എഴുതി. പിന്നെ ഹൈദിന് ശേഷം ബാബ് മവാഖീത്തു സ്വലാത്തും കഴിഞ്ഞ് ഏകദേശം ബാബുൽ അദാൻ, ഈ ബാബുൽ അദാൻ തുടങ്ങുന്നത് 671 കൃത്യമായ ഡേറ്റ് ഇട്ട് കാണുന്നുണ്ട്, 671. അപ്പൊ അതിന് മുമ്പ് തന്നെ ഏകദേശം ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒരു ചെറിയ രൂപത്തിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വീണ്ടും ഒരു ചുരുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും 671 ബഹുമാനപ്പെട്ട 40 വയസ്സുള്ള സമയത്താണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും ഈ ബാബുൽ അദാൻ മുതൽ തന്റെ മുതവസ്സിതായ മജ്മൂഅ് 2 രൂപത്തിലുണ്ട്. മബ്സൂത്തായതുണ്ട്, അതിന്റെ ചില കോപ്പികൾ മഖ്തൂത്താത്തുകൾ ഇന്നും പല ലൈബ്രറികളിലും ലഭ്യമാണ്. അച്ചടിയിലില്ലെങ്കിലും അതിന്റെ മഖ്തൂത്താത്ത് പല പണ്ഡിതന്മാരും കണ്ടെത്തിയിട്ടുണ്ട്, പല മുഹഖിഖീങ്ങളും. അതുപോലെ പിന്നീട് അതിന് ശേഷം ബഹുമാനപ്പെട്ടവർ ഇത് ചുരുക്കി എഴുതിയ മജ്മൂഅ് മുതവസ്സിത്ത്. അപ്പൊ ഇത് ഏകദേശം ഈ 670 671 ആകെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഈ രചന വരുന്നത്. 670 തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ 671 ബഹുമാനപ്പെട്ടവർ അതിൽ ബാബുൽ അദാനിലേക്ക് കടക്കുന്നത്. അങ്ങനെ 670 മുതൽ അങ്ങനെ തുടങ്ങി 674 വരെ ഏകദേശം ഒരു 4 വർഷം കൊണ്ട് 39 വയസ്സിൽ തുടങ്ങി 43-ാം വയസ്സിൽ 45-ാം വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. 676 45-ാം വയസ്സിലാണ് വഫാത്താവുന്നത്. അപ്പോൾ ഇത് 43 വയസ്സ് വരെയുള്ള ആ 4 വർഷം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പിന്നീട് ഈ മജ്മൂഅ് മുതവസ്സിത്ത് റുബുഉൽ ഇബാദാത്ത് ഫുള്ളായിട്ട് എഴുതി തീർക്കുന്നത്. റുബുഉൽ ഇബാദാത്ത് അടക്കം ഹജ്ജ് അടക്കം ഫുള്ളായിട്ട് റുബുഉൽ ഇബാദാത്ത് എഴുതി തീർക്കുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ മുആമലാത്തിൽ വളരെ കുറച്ച് മുമ്പ് എഴുതിയിട്ടുള്ളൂ. ബൈഅ തുടങ്ങി ഏകദേശം റിബ എഴുതി, റിബയുടെ പകുതി വെച്ചിട്ടാണ്, റിബയുടെ ഇടയിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അത് ഫുള്ളാക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് തൗഫീഖ് ഉണ്ടായിട്ടില്ല. ഏകദേശം റിബയുടെ ഇടയിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താക്കുന്നത്. അപ്പോൾ ഏകദേശം തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാതെ അവസാന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുതിയിരുന്ന കിതാബാണ് ബഹുമാനപ്പെട്ടവരുടെ ഈ അൽ മജ്മൂഅ് ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഈ കിതാബ്. അപ്പൊ അതാണ് ഈ 2ാമത്തെ മർഹല. 1ാമത്തെ മർഹല ആ മജ്മൂഅ് മബ്സൂത്തിന്റെ കാലഘട്ടം, വിശദമായി മജ്മൂഅ് എഴുതിയ കാലഘട്ടം. പിന്നീട് അതിനുശേഷം ഈ മജ്മൂഅ് മുതവസ്സിതായ രൂപത്തിൽ ഈ മജ്മൂഅ് എഴുതിയ കാലഘട്ടം. പിന്നെ ചില പണ്ഡിതന്മാർ ഒരു 3ാമത്തെ മർഹല പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മജ്മൂഅ് മുതവസ്സിത്ത് എഴുതി പിന്നെ അതിന് ശേഷം ഇതിനെ ബഹുമാനപ്പെട്ടവരൊന്ന് ഷോർട്ടാക്കുന്നുണ്ട്. അതാണ് തഹ്ഖീഖ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ കിതാബ്. ഈ തഹ്ഖീഖിനെ കുറിച്ച് പല പണ്ഡിതന്മാരും പറയുന്നത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ മുലഖൻ തങ്ങൾ തന്റെ ഉംദത്തുൽ മുഹ്താജിലും അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഇസ്നവി റഹിമഹുല്ല തന്റെ മുഹിമ്മാത്ത് അല റൗദയിലൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. ഈ തഹ്ഖീഖ് എന്നുള്ളത് മജ്മൂഇലുള്ള അഹ്കാമുകൾ മൊത്തത്തിൽ ഇഖ്തിസാർ ചെയ്തതാണ് എന്ന് ഈ പറഞ്ഞ മഹാന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തഹ്ഖീഖിനെ മുന്തിക്കാറുള്ളത്, പിന്നെ അതിന് ശേഷം മജ്മൂഇനെ മുന്തിക്കാറുള്ളത്. ഈ മജ്മൂഅ് എഴുതി അതിന്റെ ഏകദേശം ഒരു ഷോർട്ടായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ തഹ്ഖീഖ് എഴുതുന്നത്. പിന്നെ മാത്രമല്ല ഈ മജ്മൂഅ് എഴുതിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ വേറെയും ഒരു കിതാബ് എഴുതുന്നുണ്ട്, അൽ ഖുലാസ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് എഴുതുന്നുണ്ട്. ഖുലാസ എന്ന് പറഞ്ഞാൽ ഈ മജ്മൂഇലുള്ള ഹദീസുകൾ മാത്രം ഒരുമിച്ച് കൂട്ടിയ ഒരു കിതാബാണ് ഖുലാസ എന്നുള്ളത്. പിന്നെ ഈ ഒരു മജ്മൂഇന്റെ മൻഹജ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മജ്മൂഅ് ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം എഴുതി ഫുള്ളാക്കിയിട്ടില്ല. നമ്മൾ പറഞ്ഞു ഒരു റിബയുടെ ഇടയിൽ വരെയാണ് ബഹുമാനപ്പെട്ട നഈം റഹിമഹുല്ല ഈ ഒരു കിതാബ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പല പണ്ഡിതന്മാരും ഈ ഒരു കിതാബ് ഫുള്ളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട തഖിയ്യുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു.
താജുദ്ദീൻ സുബ്കി തങ്ങളുടെ പിതാവ് തഖിയു സുബ്കി തങ്ങളാണ്. തഖിയു സുബ്കി തങ്ങളുടെ തക്കിമിലത്താണ് ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ളത്. ഏകദേശം ബാബിർ റിബയുടെ പകുതി മുതൽ പിന്നെ ബൈഉൽ മുസറാത്ത് വരെ, ഏകദേശം തഫ്ലീസിന്റെ ബാബു വരെ ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ള പ്രചാരത്തിലുള്ള കോപ്പികൾ ചിലപ്പോൾ അത്ര ഉണ്ടാവൂല. ഏകദേശം റദ്ദുബിൽ ഐബിന്റെ മുസറാത്തിന്റെ ബാബു വരെയാണ് ഇന്നുള്ള കോപ്പികൾക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ തഖിയു സുബ്കി തങ്ങൾ ശരിക്ക് ബഹുമാനപ്പെട്ടവര് തഖിയു സുബ്കി തങ്ങൾ ശരിക്ക് എഴുതിയപ്പോൾ ഏകദേശം തഫ്ലീസിന്റെ ബാബു വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ തെക്മിലത്ത് ആ റിബയുടെ ആ നിർത്തിവെച്ച ഭാഗം മുതൽ തഫ്ലീസിന്റെ ബാബു വരെ ബഹുമാനപ്പെട്ട തഖിയു സുബ്കി തങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഫുള്ളായിട്ടുള്ള ഈ ഭാഗം നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ബഹുമാനപ്പെട്ടവർ ലഭ്യമായത് ഒരു മഖ്തൂത്ത് ഈ ബൈഉൽ മുസറാത്ത് വരെ, അതുപോലെ റദ്ദുബിൽ ഐബ് എന്ന് പറഞ്ഞാൽ ഐബ് കാരണത്താൽ ഈ മബിയെ തിരിച്ചു കൊടുക്കുക, ആ രൂപത്തിലുള്ള ആ ഒരു ബാബ് വരെയാണ് ബഹുമാനപ്പെട്ട സുബ്കി തങ്ങളുടെ ആ ഒരു മഖ്തൂത്ത് ലഭ്യമായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കിതാബുകളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തഫ്ലീസ് വരെ എത്തിയിട്ടില്ല, റദ്ദുബിൽ ഐബ് വരെ മാത്രമേ സുബ്കി തങ്ങൾ എഴുതിയിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മജ്മുഇന്റെ പ്രചാരത്തിലുള്ള തെക്മിലത്ത് മുഹമ്മദ് നജീബുൽ മുത്തിഈ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ തെക്മിലത്താണ്. ബഹുമാനപ്പെട്ടവർ എഴുതി ഫുള്ളാക്കിയിട്ടുണ്ട്, അതിന് ആഖിർ വരെ എഴുതി ഫുള്ളാക്കിയിട്ടുണ്ട്. ഏകദേശം ജമാൽ അബ്ദുൽ നാസറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് നജീബുൽ മുത്തിഈ. ബഹുമാനപ്പെട്ടവര് അവലംബിച്ച തഖിയു സുബ്കി തങ്ങളുടെ ആ ഒരു തെക്മിലത്ത് അത് ഈ പറഞ്ഞ പോലെ ബൈഉൽ മുസറാത്ത് വരെ ഉണ്ടായിരുന്നത്, ഈ റദ്ദുബിൽ ഐബ് വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നീടുള്ള പണ്ഡിതന്മാരൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ റദ്ദുബിൽ ഐബ് വരെയാണ് എഴുതിയത് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകൾ കൃത്യമായി തഖിയു സുബ്കി തങ്ങൾ തഫ്ലീസിന്റെ ബാബു വരെ എഴുതിയിട്ടുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല തഖിയു സുബ്കി തങ്ങൾ തന്നെ തൻ്റെ പല കിതാബുകളിലും തൻ്റെ ഈ മജ്മുഇന്റെ തെക്മിലയിലേക്ക് ഇഹാലത്ത് ചെയ്യുന്നതായി, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതായി പറയുന്നതായി കാണാൻ സാധിക്കും. ആ പറഞ്ഞ ഭാഗങ്ങളൊന്നും എവിടെ വരുന്നില്ല, ഈ പറഞ്ഞ ബൈഉൽ മുസറാത്ത് വരെയുള്ള ഭാഗങ്ങൾ വരുന്നില്ല. മറിച്ച് തഫ്ലീസിന്റെ അവിടെ വരെയുള്ള ആ ഭാഗത്തുള്ള മസലകളാണ് ഇഹാലത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ശേഷം എഴുതിയിട്ടുണ്ടാണ്. അപ്പം അങ്ങനെ പല പണ്ഡിതന്മാരും തപ്പി അവസാനം ബഹ്സ് ചെയ്ത് ആ രൂപത്തിൽ ശേഷമുള്ള തഫ്ലീസിന്റെ അവിടെ വരെയുള്ള ഫുള്ള് കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടി. ഇന്ന് നമ്മൾ അച്ചടിക്കപ്പെട്ട് അത് നമുക്ക് ലഭ്യമാണ്, അതിൻ്റെ പല ഭാഗങ്ങളും അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മൻഹജ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇമാമിനെ പറ്റി പറയുമ്പോൾ ഹദീസ് മേഖലയിൽ കൂടി പാണ്ഡിത്യമുള്ള ആളായതുകൊണ്ട് പല മഹാന്മാരും പറയാറുണ്ട് ഫിഖ്ഹിൽ ഹദീസ് കൃത്യമായി തഖ്രീജ് ചെയ്ത് ഫിഖ്ഹിനെ ചർച്ച ചെയ്യുക ആദ്യം കൊണ്ടുവന്നതിന് ഇമാമാണ്. അതുപോലെ ഹദീസ്, അതുപോലെ ലുഗത്ത്, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി പ്രത്യേകിച്ച് ഫിഖ്ഹ് മുഖാരി വ്യത്യസ്ത മദ്ഹബുകൾ ചർച്ച ചെയ്തിട്ടുള്ള ആ രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കിതാബാണ് മൻഹജ്, ഒരു കിതാബാണ് ഈ മജ്മു' ശറഹുൽ മുഹദ്ദബ് എന്നുള്ളത്. വീണ്ടും ഒരുപാട് വിശദമായി ഇതിനെ മൻഹജ് ചർച്ച ചെയ്യാനുണ്ട്, സമയത്തിന് ലഭ്യത കുറവ് മൂലം ചുരുക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.